അവർ വന്ന് സ്കാൻ ചെയ്തപ്പോഴാണ് ഒരു പ്രത്യേക അസുഖം കണ്ടത്. റിസ്ക് ആണെന്ന് പറഞ്ഞു. ഇത് ചെയ്യുന്ന സമയത്തും ഇത് വേണമെങ്കിൽ പൊട്ടാം, എന്ത് സംഭവിക്കാം. രാത്രിയിൽ എല്ലാ ദിവസവും ഒരു 2-3 പ്രാവശ്യം മൂത്രം ഒഴിക്കാൻ പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പം വൈഫ് അവരോട് പറഞ്ഞു, ഇങ്ങനെ ഒരു തകരാറുണ്ട്, അതുകൂടെ നോക്കണമെന്ന് പറഞ്ഞ് വയറ് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവർ വന്ന് സ്കാൻ ചെയ്തപ്പോഴാണ് ഒരു പ്രത്യേക അസുഖം കണ്ടത്. അയോർട്ടയില അബ്ഡോമിനൽ അയോർട്ടിക് അനൂറിസം എന്ന് പറഞ്ഞ ഒരു അസുഖം. അതായത് അയോർട്ട വീർക്കുക. അത് സാധാരണ അങ്ങനെ അധികം ഉള്ളതല്ല. അങ്ങനെ അത് വളരെ വലുതായിരിക്കുകയാണ്, ഏത് നിമിഷവും പൊട്ടാം. അൾട്രാസൗണ്ട് സ്കാനും CT സ്കാനും എടുത്ത് ഇതിൻ്റെ വലിപ്പം അറിയാൻ വേണ്ടി. അപ്പോൾ അത് കുറേ അധികം വലിപ്പമുണ്ട് എന്ന് പറഞ്ഞു. അത് ഏത് നിമിഷവും പൊട്ടത്തക്ക രീതിയിലായി ഇരിക്കുകയാണ്. തുറന്ന സർജറി വേണ്ട, ഏജ് കൂടുതലായതുകൊണ്ട് ആൻജിയോപ്ലാസ്റ്റി തന്നെ ചെയ്യാം എന്ന് കൃഷ്ണമോഹൻ പറഞ്ഞു. കൃഷ്ണമോഹനും ബാക്കി ഡോക്ടർ സാജൻ അഹമ്മദ്, ഡോക്ടർ രാജഗോപാൽ, അവരുടെ ഒരു ടീം ഒരുമിച്ചാണ് ഈ സർജറി ചെയ്തത്. 3-3.5-4 മണിക്കൂറോളം ഏകദേശം മുഴുവൻ സമയം എടുത്തു. വളരെ വിജയകരമായിട്ട് അവരത് ചെയ്തു. അതിനകത്തുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ അപകടകരമായ റിസ്ക് ആണെന്ന് പറഞ്ഞു. ഇത് ചെയ്യുന്ന സമയത്തും ഇത് വേണമെങ്കിൽ പൊട്ടാം, എന്ത് സംഭവിക്കാം. പിന്നെ അങ്ങനെ ഒരു വിശ്വാസത്തിൽ ചെയ്ത് അത് വിജയിച്ചു. ഈ ഹോസ്പിറ്റലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സിൻ്റെ ജോലി അവർ വൃത്തിയായിട്ടും വ്യക്തമായിട്ടും ചെയ്ത് നമ്മളെ ICU യൂണിറ്റിലാക്കി കഴിയുമ്പോൾ അവിടുത്തെ സ്റ്റാഫ്, ഒരു ഡോക്ടർ പെർമനൻ്റായിട്ട് അവിടെ ഉണ്ട്, പിന്നെ സ്റ്റാഫ്, നഴ്സുമാർ, അവർ ചെയ്യുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒന്നും അല്ല. ഞാനിതുവരെ എങ്ങും ഒരു ഹോസ്പിറ്റലിൽ ഇത്രയും വൃത്തിയായിട്ടും നല്ല പോലെ അവർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. എല്ലാ സർവീസും അവരുടേതായിരുന്നു. എന്നെ അവിടുന്ന് തിരികെ റൂമിലേക്ക് മാറ്റുന്നത് വരെയുള്ള സർവീസ് വളരെ മനോഹരമായിരുന്നു. എനിക്കത് പറയാൻ പറ്റത്തില്ല, അത്ര നന്നായിട്ട് അവർ ചെയ്തു. ഞാൻ റൂമിലാക്കി. അവിടെ ആക്കുമ്പോഴും അവർ സ്റ്റെപ്പായിട്ട് ചെയ്യാവുന്നതെല്ലാം ചെയ്തു. ഇത്ര മനോഹരമായിട്ടും ഇത്ര നല്ലതുപോലെയും ഞങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി സഹായിച്ച ഡോക്ടർ കൃഷ്ണമോഹൻ, സാജൻ അഹമ്മദ്, രാജഗോപാൽ തുടങ്ങിയ ആ ടീം, ഇവരെല്ലാവരും കൂടെ ചേർന്നാണ് ഇത് ചെയ്തത്. 2-4 മണിക്കൂറോളം എടുത്ത്. ഇവരോടെല്ലാം എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല. അതുപോലെ ഇവിടുത്തെ നഴ്സ് സ്റ്റാഫിനോട് നന്ദി എങ്ങനെ പറയണമെന്നറിയില്ല. എൻ്റെ ജീവിതം തിരികെ കിട്ടിയത് ഈ ഒരു ഹോസ്പിറ്റലിൽ വന്നുകൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ.